നമ്മൾ ഈ പ്രപഞ്ചം എത്ര വലുതാണെന്ന് ചിന്തിക്കാത്തത് കൊണ്ടാണ് നമ്മുടെ ഈ തൊട്ട അയൽവക്കത്തെ വീട്ടുകാരനുമായിട്ട് ചൊറിയാൻ പോകുന്നത്. ഇപ്പോൾ രാത്രി തെളിഞ്ഞ ആകാശത്തേക്ക് നോക്കി നിങ്ങളൊന്ന് കിടന്ന് കുറച്ചു നേരം ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നിങ്ങൾക്ക് ഒരു ജന്മം കൊണ്ട് എണ്ണി തീർക്കാൻ കഴിയാത്ത, എത്രയോ ജന്മം കൊണ്ട് എണ്ണി തീർക്കാൻ കഴിയാത്ത ഈ നക്ഷത്രങ്ങളെല്ലാം ഓരോ സൂര്യന്മാരാണ്. ചിലതിന് 100 കണക്കിന് ഗ്രഹങ്ങളോ ഉപഗ്രഹങ്ങളോ ഒക്കെ ആയിട്ട് അതിന് ചുറ്റും കറങ്ങുന്നതൊക്കെ ഉണ്ട്. അവിടെ ഈ ഭൂമി അവിടെ നിന്നൊക്കെ നോക്കുമ്പോൾ എന്തിനാ ചന്ദ്രനിൽ പോലും നോക്കുമ്പോഴും ഇത്രേ ഉള്ളൂ. ഈ ഒരു സാധനത്തിൽ കിടന്നിട്ടാണ് നമ്മൾ ഈ കിടന്ന് അടിക്കുന്നത്. ട്രംപ് ഈ മസിൽ പിടിക്കുന്നപ്പോഴും ഇവിടെ കിടന്നിട്ടാണ്. ഇയാളോട് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കണ്ടേ, നാസയിലെ ശാസ്ത്രജ്ഞന്മാരെങ്കിലും, സാറേ നിങ്ങൾ ഈ പോയി ഐസ്ലാൻഡ് അല്ലെ ഗ്രീൻലാൻഡ് പിടിക്കാനല്ല പോകേണ്ട, പറ്റുമെങ്കിൽ ചൊവ്വ പിടിച്ചോണ്ട് പോവാ. ഇദ്ദേഹം പറഞ്ഞത് എത്ര കറക്റ്റാണെന്ന് ആലോചിച്ച് നോക്കുക. ഇതാണ് വിശാലമായ ഒരു കാഴ്ചപ്പാട്, വിശാലമായ ഒരു ചിന്താശേഷി എന്നൊക്കെ പറയുന്നത്. ഈ ലോകത്തിൽ കോടാനുകൂടി ജീവജാലങ്ങൾ ഉണ്ടായിട്ടും അവർക്കൊന്നും ഇല്ലാത്തൊരു അറിവാണ് ഈ പ്രപഞ്ചത്തെ പറ്റിയുള്ള അറിവ്. നമ്മൾ എത്ര വലിയ ഒരു അത്ഭുതത്തിലാണ് ജീവിക്കുന്നത്. നമ്മളൊന്ന് സൂം ഔട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഗാലക്സികളുടെ ഒരു സ്ട്രക്ചറാണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത്. ഗാലക്സികളാൽ നിറഞ്ഞു നിൽക്കുകയാണ്. 2 ലക്ഷം കോടി ഗാലക്സികൾ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇതിൽ ഭൂമി എന്നൊരു ഗ്രഹത്തിനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പോലും സാധിക്കില്ല. അത്രത്തോളം ചെറുതാണ് നമ്മൾ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വെറും ഒരു കോസ്മിക് ഡസ്റ്റ് ആണ്. അപ്പോൾ നമ്മൾ ജീവിക്കുന്ന ഈ പ്ലാനറ്റിൽ മനുഷ്യൻ എന്ന് പറയുന്ന ജീവി എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് പരസ്പരം തല്ലുകൂടുന്നത്, പരസ്പരം കൊന്നുകൊണ്ടിരിക്കുന്നത്? എൻ്റെ വിശ്വാസമാണ് ശരി, എൻ്റെ മതമാണ് ഉയർന്ന മതം, എൻ്റെ ദൈവമാണ് ശരിക്കുള്ള ദൈവം, എൻ്റെ ജാതിയാണ് ഉയർന്ന ജാതി. അതുപോലെ നിറത്തിൻ്റെ പേരിൽ, വംശത്തിൻ്റെ പേരിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാണ്. ലാൻഡിന് വേണ്ടി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എവിടെയാണ് നമ്മൾ നിൽക്കുന്നത്? ഒരു ചെറിയൊരു കോസ്മിക് ഡസ്റ്റിൽ. ഈ ഒരു തിരിച്ചറിവ് മനുഷ്യൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരിക്കലും ഇങ്ങനെയൊന്നും അവൻ പ്രവർത്തിക്കില്ല. നമുക്ക് മറ്റൊരിടമില്ല നമുക്ക് പോവാൻ. ഈ ലോകം കൈകാര്യം ചെയ്യുന്ന കുറച്ച് ആൾക്കാരില്ലേ, അവർ പമ്പര വിഡ്ഢികളാണ്. അതാണ് മനുഷ്യകുലത്തിൻ്റെ ശാപം. ഇതേപോലെയൊക്കെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിവുള്ള ഒരു നല്ലൊരു ഫ്യൂച്ചർ ജനറേഷൻ ഉണ്ടായി വരട്ടെ എന്ന് നമുക്ക് വേണമെങ്കിൽ ആശംസിക്കാം, പ്രതീക്ഷിക്കാം.